ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ആയിരുന്നു വണ്ടി. പിന്നെ അത് കൂടാതെ കൊണ്ട് വണ്ടി ജനറൽ സർവീസായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചാൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന പ്രോബ്ലമാണ്. അപ്പോൾ നമ്മളതിൻ്റെ ജനറൽ സർവീസിനായിട്ട് വണ്ടി വർക്കിന് കയറ്റി ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ ഇതുമ്പോൾ കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് കിടക്കണേ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് ക്ലീൻ ചെയ്തല്ലോ, എന്നാൽ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. കാരണം ഇത് കിടക്കുമ്പോൾ കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ സ്റ്റക്കാവണ പോലെ ഒരു ഇത് കാണിക്കുക, പൊടി കൂടുതലായിരിക്കും. അപ്പോൾ അത് അതിൻ്റെ ജോയിൻറ്റിൽ ആ ഹബിനും ലൈനറിനും ഇടയിൽ വരുമ്പോൾ സൗണ്ടും ഉണ്ടാവും, പെട്ടെന്ന് കയറി സ്റ്റക്കാവുന്ന പോലത്തെ ഒരു പ്രോബ്ലം കാണിക്കും. അത് നിലവിൽ തൽക്കാലം കുഴപ്പമില്ല, നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ സ്പോക്കറ്റ് പുതിയ സ്പോക്കറ്റാണ്, ഒറിജിനലല്ല അതും, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്കത് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ സമയത്ത് എയർ ഫിൽട്ടറൊക്കെ മാറ്റേണ്ട ടൈം പണ്ടേ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മൊത്തം ഫംഗസ് പിടിച്ചാണ് പോലത്തെ ഒരു സിറ്റുവേഷനാണ്, മൊത്തം ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ എയർ ഫിൽട്ടർ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. എയർ ഫിൽട്ടറും പ്ലഗ് നമുക്ക് എന്തെങ്കിലും മാറ്റണം. കാരണം അത് രണ്ടും 10,000 കിലോമീറ്ററിന് നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എയർ ഫിൽട്ടറും പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെയും അവസ്ഥ മോശമാണ് കേട്ടോ, ഓയിലിൻ്റെ അവസ്ഥ മോശമാണ്. മെയിനായിട്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്ന കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കാർബറേറ്റർ വണ്ടി ഉപയോഗിക്കാതെ ഇരുന്ന് കംപ്ലൈൻറ്റ് ആയേക്കാണ് കേട്ടോ. ഇതിനകത്തേക്ക് നോക്കുമ്പോൾ കണ്ടോ, ഇതിനകത്ത് ഉള്ളിൽ പെട്രോൾ ഇങ്ങനെ കിടന്ന് മെൽറ്റായ ഒരു അവസ്ഥയിലേക്ക് വന്നേണത്. അപ്പോൾ ഇതിവിടെ നോക്കുമ്പോൾ അറിയാം, ഇതിനകത്ത് ശരിക്കും ഒരു പൗഡർ കണക്കൊരു ഇത് വന്നിട്ടുണ്ട്, പൊടി പോലെ വന്നിരിക്കുന്നുണ്ട്. ഒരു മെറ്റൽ, ഈ അലുമിനിയം ക്ലാവ് പിടിച്ചേക്കണ ഒരു സിറ്റുവേഷനിൽ നിൽക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മൊത്തം കൂടി പൊടിഞ്ഞു പോകും. ഇതുകൊണ്ട് പൊടി പോലെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തം പൊടിഞ്ഞു പോവുകയും ഈ സൈഡിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഫ്ലോട്ട് വാൽവൊക്കെ വരാം, ഈ ഹോളിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫ്ലോട്ട് വാൽവ് എൻ്റെ ഭാഗത്തും ഇതേപോലെ തന്നെ ഫംഗസും പോലെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അടയണേ, ഈ ചെന്ന് അടയണ ഭാഗത്ത് ഇതേപോലെ തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അതങ്ങോട്ട് പൊളിഞ്ഞു പോകും. അപ്പോൾ അവിടുത്തെ സീറ്റിംഗ് നഷ്ടപ്പെടുകയും പെട്രോൾ ഓവർഫ്ലോ വരികയും ചെയ്യും. അങ്ങനെ ഓവർഫ്ലോ പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ കാർബറേറ്റർ അസംബ്ലി മാറ്റാനാണ് നമുക്ക് പറ്റുള്ളൂ. ഇത് ക്ലിയർ ചെയ്താലും എനിക്ക് തോന്നുന്നില്ല കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള ദിവസം കാർബറേറ്റർ അസംബ്ലി മാറ്റി സെറ്റ് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ സ്ലോജറ്റ് മാറ്റിയിടേണ്ടി വരും, ഫ്ലോട്ടിൻ്റെ വാൽവ് മാറ്റിയിടേണ്ടി വരും. കാർബറേറ്റർ ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 500 മുകളിൽ നമുക്ക് ചിലവ് വന്നുണ്ട് അതിന് മാത്രം കേട്ടോ. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. മാറ്റിയിടാണെങ്കിൽ ആ പ്രോബ്ലം അവിടെ തീർന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ വണ്ടി ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതേ പെട്രോൾ തന്നെയാണ് വരാം, കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വരും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാം. വണ്ടി ഉപയോഗിക്കാണ്ട് വെച്ചാൽ വണ്ടി ഉറപ്പായിട്ടും പോകും. കാരണം ഇപ്പോൾ തന്നെ പെട്രോളിൽ എത്തനോൾ 20% എത്തനോളാണ്. എത്തനോളും അലുമിനിയം ബോഡിയും തമ്മിൽ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. ഉപയോഗിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതേപോലെ ഉപയോഗിക്കാണ്ട് കയറ്റി വയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നം വരാൻ പറ്റും. പിന്നെ നമുക്ക് അത്യാവശ്യം ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ കഴുകണം, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട്. അപ്പോൾ ഈ കവർ സെറ്റ് ചെയ്യണേക്കാളും ഇതേപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് കഴുകി റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലും കൂടി നമ്മളൊന്ന് അഴിക്കും. ഫ്രണ്ട് വീൽ അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ട് അഴിക്കാത്തത്. അതുകൂടി ചെയ്തിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യുള്ളൂ. പിന്നെ താക്കോലിൻ്റെ സ്വിച്ച് അസംബ്ലി, ഈ ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ അടിഭാഗം വന്ന കോൺടാക്റ്റും ലൂസായിട്ട് കാണിക്കുന്നു, ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണം. പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, പ്ലഗ് ഇതാണ് അവസ്ഥ. ഫുള്ള് കാർബണാണ്, നല്ല രീതിയിൽ കരി കയറിയിട്ടാണ് വന്നേക്കുന്നത്. കാരണം ഞാൻ കാർബറേറ്റർ ഓൾറെഡി കംപ്ലൈൻറ്റ് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് കറക്റ്റ് ഇപ്പോൾ ഫ്യൂൽ കൺസംഷൻ ആയിരിക്കില്ല. പെട്രോൾ കൂടുതലല്ലെങ്കിൽ കിട്ടാതെ വരും. അങ്ങനത്തെ പെട്രോൾ കൂടുതൽ വന്നാലും പ്ലഗിനകത്ത് വന്നത് കത്തിക്കാനുള്ള ഇഗ്നിഷൻ ഓൾറെഡി പ്ലഗിന് ഉണ്ടാവില്ല, അതിനുള്ള പവറില്ല. അപ്പോൾ അതും ഒരു കാരണമാണ് കേട്ടോ. ഇപ്പോൾ എൻജിൻ ഹെഡിലൊക്കെ അത്യാവശ്യം കരി ഉണ്ടാവും. അതൊന്നും നമുക്ക് തൽക്കാലം ചെയ്യേണ്ട. ഇപ്പോൾ പ്ലഗും മാറ്റാം, എയർ ഫിൽട്ടർ മാറ്റാം, കാർബറേറ്റർ അസംബ്ലി മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ പറയണേ. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇനി അതല്ലെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് മെയിനായിട്ടുള്ള കേസ് കേട്ടോ. പിന്നെ കിക്കറിൻ്റെ ഇവിടുത്തെ ഓയിൽ സീൽ കംപ്ലൈൻറ്റ് ഉണ്ട്, അതൊന്ന് മാറ്റിയിട്ടേക്കാം. ബാറ്ററി നമുക്കിത് മിരിക്കുന്ന പുതിയ ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ്. പക്ഷേ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഡിജിറ്റൽ തെളിയാനുള്ള പവർ പോലും ഇല്ല, ഒട്ടുമില്ല, ഫുൾ ഡെഡായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമുക്കൊന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം, അപ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഐസൊലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. കേബിളിനകത്ത് ഇവിടെ തുരുമ്പണി കാണണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ തന്നെ വിൻഡ് ഷീൽഡ്, ആ ഗ്ലാസ് പോലത്തെ ഒരു ഐറ്റം ബ്ലാക്ക്, അതും കൂടി എസ്റ്റിമേറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം.
റിപ്ലൈ കിട്ടിയിട്ട് നമുക്കതനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്താനായിട്ട്. കാരണം വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടാണ് സാധാരണ സർവീസിന് കയറാറ്. അപ്പോൾ അത് നമുക്ക് നടന്നിട്ടില്ല. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.